സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തെരുവുനായ്ക്കളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് കഴിയുന്നത്ര ചുറ്റുമതിലുകളും ഗേറ്റും സ്ഥാപിക്കണമെന്ന നിർദ്ദേശം. തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ആശുപത്രി വികസന സമിതി, തദ്ദേശ സ്ഥാപനം, കാസ്പ് എന്നിവയുടെ ഫണ്ടുകൾ വിനിയോഗിക്കാം. ജനുവരി 7-നകം ഈ പണികൾ പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. എല്ലാ മേധാവികളും തങ്ങളുടെ സ്ഥാപനത്തുള്ളിൽ തെരുവുനായ്ക്കൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉടൻ തന്നെ തദ്ദേശ സ്ഥാപനത്തെ വിവരം അറിയിക്കണം. മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: എല്ലാ സ്ഥാപനങ്ങളിലും കരമാലിന്യ സംസ്കരണം നടത്തി തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ നിർണയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കണം. സ്ഥാപനങ്ങളിൽ നായ്ക്കളെയോ മറ്റ് സസ്തനികളെയോ വളർത്തുമൃഗങ്ങളായി പരിപാലിക്കരുത്. ശുചിത്വം ഉറപ്പാക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കണം. ഈ ഓഫീസറുടെ പേരും മൊബൈൽ നമ്പറും സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം. മൃഗങ്ങളുടെ കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ, ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രോട്ടോകോളുകൾ എന്നിവയെക്കുറിച്ച് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവബോധ ക്ലാസുകൾ നടത്തണം. ഇടുക്കി വിഷൻ, കുമളി.